الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم على نبينا محمد وعلى آله وصحبه أجمعين أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لتبلون في أموالكم وأنفسكم ولتسمعن من الذين أوتوا الكتاب من قبلكم ومن الذين أشركوا أذى كثيرا وإن تصبروا وتتقوا فإن ذلك من عزم الأمور. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും സൃഷ്ടാവും രക്ഷിതാവുമായ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിച്ച് മുത്തഖികളായി ഭയഭക്തിയുള്ളവരായി ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു. ശക്തമായ ഭാഷയിൽ വസിയത്ത് ചെയ്യുന്നു. റമളാനിൻ്റെ വിശുദ്ധിയിൽ നിന്നും ശവ്വാലിൻ്റെ അനുഗ്രഹീതമായ ദിനങ്ങളിലേക്ക് വിശ്വാസികൾ പ്രവേശിച്ചിരിക്കുകയാണ്. റമളാനിൽ ഉണ്ടായിരുന്നതുപോലെ ശവ്വാലിലും തുടർന്നു വരുന്ന മാസങ്ങളിലും ഇബാദത്തുകളും അമൽ സ്വാലിഹാത്തുകളൊക്കെ നിലനിർത്തിക്കൊണ്ട് പരമാവധി സൂക്ഷ്മതയോടുകൂടി ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിൻ്റെ സാമൂഹിക ക്രമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സാമ്പത്തികമായ രംഗം. അതിൽ തന്നെ ഖുർആൻ പല ഭാഗത്ത് പല പ്രാവശ്യം എടുത്തു പറഞ്ഞതാണ് അൽ ഇൻഫാഖു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ധനം ചിലവഴിക്കൽ എന്നുള്ളത്. പരിശുദ്ധ ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയുടെ ആദ്യ ഭാഗത്ത് തന്നെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ ഗുണങ്ങൾ പറയുന്നിടത്ത് അള്ളാഹു അത് എടുത്തു പറയുന്നുണ്ട്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് വയുഖീമൂന സ്വലാഹ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. മുത്തഖികളായ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾ അവർ യുഅ്മിനൂന ബിൽ ഗൈബ്, അദൃശ്യ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. വയുഖീമൂന സ്വലാഹ, നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുന്നവരാണ്. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, അള്ളാഹു നൽകിയതിൽ നിന്ന്
ചിലവഴിക്കുന്നവരുമാകുന്നു. അങ്ങനെ നമ്മൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കുന്ന നമ്മുടെ ധനം, ആ ധനം നമുക്ക് പരലോകത്തേക്കും നമ്മുടെ ഖബറിലുമൊക്കെ വെളിച്ചമായി പ്രതിഫലകരമായി തിരിച്ചു കിട്ടുന്ന അനശ്വരമായ ദാനത്തിനാണ് വഖഫ് എന്ന് പറയുന്നത്. വഖഫ് എന്ന് പറയാതെ മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഇദാ മാത്തൽ ഇൻസാനു ഇൻഖതഅ അമലുഹു, ഒരാൾ മരണപ്പെട്ടു പോയാൽ പിന്നീട് അയാൾക്ക് സ്വാലിഹായ അമലുകൾ ചെയ്യാനൊന്നും സാഹചര്യമില്ല. പക്ഷെ എന്നാൽ പോലും അയാളുടെ പാരിത്രിക ജീവിതത്തിൽ പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കുന്ന നന്മകളെ കുറിച്ച് തുറന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ആ നന്മകളിലൊന്ന് സ്വതക്കത്തുൻ ജാരിയ, ജാരിയായ സ്വതക്കയാണ്. ഇങ്ങനെ നിലനിൽക്കുന്ന ദാനധർമ്മത്തിനാണ് വഖഫ് എന്ന് പറയുന്നത്. വഖഫിനെ കുറിച്ച് ഒരിക്കൽ നമ്മൾ സൂചിപ്പിച്ചതാണ്. നമുക്കറിയാം, ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ ഇസാറത്തുൽ ഔഖാഫ് എന്നൊരു മിനിസ്റ്റർ തന്നെ ഉണ്ട്. ആളുകൾ, സമ്പന്നരായ ആളുകൾ അവിടെ സമ്പത്ത് കൊടുക്കുകയും ആ സമ്പത്ത് വഖഫിലേക്ക് ദാനം ചെയ്ത് ആ ധനം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള വിശ്വാസികൾക്ക് വേണ്ടി അതങ്ങനെ സ്ഥാപനങ്ങളായി, പള്ളികളായി, മദ്രസകളായി, അറബി കോളേജുകളായി, യതീംഖാനകളായി, അതേപോലെ വിവിധ രീതിയിലുള്ള കഷ്ടത അനുഭവിക്കുന്ന ആളുകൾക്ക് അത് നിവർത്തിക്കാൻ വേണ്ടിയുള്ള ദാനമായിട്ടൊക്കെ ആ വഖഫ് സ്വത്തുക്കൾ ദാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് വഖഫ് എന്ന് പറയുന്നത്. ലോകത്ത് മുഴുവൻ ഭാഗങ്ങളിലും ഈ വഖഫിന്റെ പ്രയോജനം ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആഫ്രിക്കൻ രാഷ്ട്രങ്ങളിൽ, ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലൊക്കെയും വഖഫ് സ്വത്തിന്റെ ഭാഗമായിക്കൊണ്ട് പള്ളികളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. ധാരാളം സ്ഥാപനങ്ങൾ, ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ വഖഫ് സ്വത്തിൽ നിന്ന് വിദ്യാഭ്യാസം നേടുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ലോകത്തിന് മുഴുവൻ ഒരുപാട് പ്രയോജനം ചെയ്യുന്ന, ഒരാൾക്കും ഒരു ദോഷവും ഉണ്ടാക്കാത്ത ഇസ്ലാമിന്റെ അതിപ്രധാനമായ ഒരു ചിലവഴിക്കൽ, ഒരു ഇൻഫാഖാണ് വഖഫ് എന്നത്. അത്രയേറെ മഹത്തരമുണ്ട് വഖഫിന്. ലോകത്തെ എത്രയെത്ര ആളുകളാണ് അതുകൊണ്ട് പ്രയോജനം ലഭിക്കുന്നത്. അത്രയേറെ പുണ്യകരമായ ഒരു പ്രവർത്തനമാണ് വഖഫ് എന്നുള്ളത്. വഖഫ് ഭൂമി വിൽക്കാൻ പാടില്ല എന്നാണ് നിയമം. ഏതെങ്കിലും കാരണവശാൽ വഖഫ് ഭൂമി വിൽക്കുകയോ കൈമാറ്റം ചെയ്യപ്പെടുകയോ ചെയ്യുന്നുവെങ്കിൽ അതിനേക്കാൾ പകരമായി അതിനേക്കാൾ നല്ല ഒരു വരുമാന മാർഗം കണ്ടെത്തണമെന്നാണ്. ഇപ്പൊ നമ്മളിപ്പോ ഹൈവേയുടെ വികസനവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും വഖഫ് ഭൂമികളൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. വഖഫ് ഭൂമി വിട്ടുകൊടുക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്, ഖബർസ്ഥാനുകൾ വിട്ടുകൊടുക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോഴേക്കും അവർ ചെയ്തത് അതിനേക്കാൾ നല്ല ഒരു പ്രദേശം വാങ്ങി അതിന് പകരമായി കണ്ടെത്തുക എന്നതാണ്. ഇങ്ങനെ ഇന്ത്യയിലുടനീളം വഖഫ് സ്വത്തുക്കൾ നിലനിൽക്കുകയാണ്. ധാരാളം സ്ഥലങ്ങളിൽ അത് വ്യത്യസ്തമായ പേരുകളിൽ, വ്യത്യസ്തമായ സ്ഥാപനങ്ങളായി ഒക്കെ വഖഫ് ഭൂമിയും അതിന്റെ സമ്പത്തും ഒക്കെ നിലനിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. 1954 ആദ്യമായി വഖഫ് ആക്ട് നിലവിൽ വരുന്നത്. ഈ വഖഫ് പണ്ടുകാലം തൊട്ടേ ആളുകൾ ദാനം ചെയ്ത ഈ സമ്പത്തിനെയൊക്കെ ഒരു കുടൽക്കീഴിലാക്കി ഒരു വഖഫ് ആക്ട് നിലവിൽ വരുന്നത് 1954. പിന്നീട് 1995 അതിന് ചില ഭേദഗതികൾ വന്നു. ആ ഭേദഗതികളാണ് വഖഫ് ബോർഡുകൾ നിലവിൽ വന്നത്. അത് കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലുമൊക്കെ വ്യത്യസ്തമായ പേരുകളിൽ സംസ്ഥാനങ്ങളിൽ വഖഫ് ബോർഡുകളായി രൂപീകരിക്കപ്പെടുകയും ഇതിനൊരു ഏകീഭാവം പിന്നീട് ഉണ്ടാവുകയും ചെയ്തു. പിന്നീട് 2014 വഖഫ് ആക്ടിൽ ചില പ്രത്യേകമായ നിയമങ്ങൾ കൂട്ടിച്ചേർത്തു. അതാണ് വഖഫ് ആക്ടിലെ 40ാമത്തെ നിയമം. ആ നിയമം നിലവിൽ വന്നത് വഖഫ് സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു പോകുന്ന അവസ്ഥ വന്നു. വഖഫിന്റെ അധികാരികളായ മുത്തവല്ലികൾ, യാതൊരു ദീനീബോധവുമില്ലാത്ത മുത്തവല്ലികൾ വഖഫ് സ്വത്തുക്കൾ വിൽപ്പന നടത്തുന്ന, അന്യാധീനപ്പെട്ടു പോകുന്ന അവസ്ഥ വന്നപ്പോഴാണ് നഷ്ടപ്പെട്ടു പോകുന്ന വഖഫ് സ്വത്തുക്കൾ അതിനെ തിരിച്ചെടുക്കാനും അത് വഖഫിലേക്ക് കൂട്ടിച്ചേർക്കാനും വേണ്ടിയിട്ടാണ് 40ാമത്തെ ഒരു നിയമമായി വഖഫ് ആക്ടിൽ ഒരു വഖഫ് വകുപ്പ് നിലയിൽ വന്നിട്ടുള്ളത്. നമുക്കറിയാം, ബോംബെയിൽ അംബാനിയുടെ 14,000 കോടിയുടെ ഒരു വീടുണ്ട്. ആ വീട് യഥാർത്ഥത്തിൽ വഖഫ് ഭൂമിയിലാണ് നിലനിൽക്കുന്നതെന്നാണ് പറയുന്നത്.
അങ്ങനെ വഖഫ് ഭൂമിയിൽ ആ വീട് വരാനുള്ള കാരണം ആ വഖഫിന്റെ മുത്തവല്ലിയായിരുന്ന ആൾ ആ ഭൂമി വിറ്റ് കളഞ്ഞു. അങ്ങനെ വിറ്റതിന്റെ പേരിലാണ് അത്രയും വലിയ വിലപിടിപ്പുള്ള ഒരു ഭൂമി അത് വഖഫിന് നഷ്ടപ്പെട്ടു പോയി, വഖഫ് ബോർഡിന് നഷ്ടപ്പെട്ടു പോയി. ഇങ്ങനെ നമ്മുടെ സംസ്ഥാനത്തും ഇതേപോലെ വഖഫ് ഭൂമിയിൽ നഷ്ടപ്പെട്ടു പോയ ഒരുപാട് അവസ്ഥകൾ ഉണ്ട് എന്ന് കാണാൻ സാധിക്കും. എന്നാൽ വഖഫ് സ്വത്തുക്കൾ നമ്മളിങ്ങനെ വേർതിരിക്കുമ്പോൾ വഖഫായി 3 തരത്തിലുള്ള വസ്തുവകകൾ, ഭൂമികൾ ഒക്കെ കാണാൻ സാധിക്കും. ഒന്ന്, ആധാരമുള്ളത്. ചില വഖഫ് സ്വത്തിന് ആധാരമുണ്ട്, അത് ആരാണ് നൽകിയത് അതിനെ സംബന്ധിച്ച് കൃത്യമായ ആധാരം കാണാൻ സാധിക്കും. ചില സ്വത്തുക്കൾ, ചില വഖഫ് ഭൂമികൾ, ചില വഖഫ് സ്വത്തുക്കൾക്ക് ആധാരമില്ല. ആധാരമില്ല എന്ന് പറഞ്ഞാൽ അത് ഓറലാണ്. ചില ആളുകൾ പറഞ്ഞിട്ടുണ്ടാവും, ആളുകൾ സമ്പന്നരായ ആളുകൾ പറഞ്ഞ് ഇത് പള്ളിക്കുള്ള ഭൂമിയാണ്. അതിന് ആധാരം എഴുതി വെക്കാത്ത ഓറലായി പറഞ്ഞ ചില വഖഫ് സ്വത്തുക്കൾ കാണാൻ സാധിക്കും. ചില വഖഫ് സ്വത്തുക്കൾ നമ്മളിങ്ങനെ ഉപയോഗിച്ച് വഖഫ് സ്വത്തുക്കളായി മാറിയ ഭൂമിയുണ്ട്, നമ്മൾ സ്ഥിരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം, കോഴിക്കോടിലെ ചില നഗരങ്ങളിൽ, അതേപോലെ ചില പ്രദേശങ്ങളിലൊക്കെ മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും ഒക്കെ മക്ബറകളായി മക്ബറകളായി മറമാടാൻ വേണ്ടി ഭൂമി കൊടുത്ത ചരിത്രമുണ്ട്. കോഴിക്കോട് നഗരത്തിലേക്ക് അങ്ങനെയുണ്ട്. അന്ന് കോഴിക്കോട് മുനിസിപ്പാലിറ്റി ആയിരുന്നപ്പോൾ ഭൂമി കൊടുത്തു. എന്തിനു വേണ്ടി? ഖബർസ്ഥാന് വേണ്ടി. ആ ഭൂമി നമ്മളിങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഏതെങ്കിലും തരത്തിലുള്ള പേരുകളോ ആധാരമോ അങ്ങനെ ഒന്നുമില്ല. ആ ഭൂമി നമ്മളിങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിലുള്ള വഖഫ് സ്വത്തുക്കൾ, അതേപോലെ വസ്തുവകകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ കഴിഞ്ഞ ദിവസം പാർലമെന്റും പിന്നീട് രാജ്യസഭയും പാസാക്കിയ വഖഫ് നിയമത്തിലൂടെ നമുക്കുണ്ടായിരുന്ന ഈ വഖഫ് സ്വത്തുക്കൾ, അതേപോലെ വഖഫിന്റെ അധികാരങ്ങളൊക്കെ എടുത്തു കളയുന്ന ഒരു നിയമമായി പുതിയ വഖഫ് ആക്ട് നിലവിൽ വരാൻ പോവുകയാണ്. ഏതായാലും പാർലമെന്റ് പാസ്സായി കഴിഞ്ഞു, അതേപോലെ രാജ്യസഭയും അത് പാസ്സാക്കി കഴിഞ്ഞ ആ സ്ഥിതിക്ക് ഇതിലെ പുതുതായി വന്ന അമെൻമെന്റുകളെ കുറിച്ച്, വഖഫ് നിയമത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട നമുക്ക് ദോഷം വരാൻ സാധ്യതയുള്ള ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നന്നായിരിക്കും. നമുക്കറിയാം, പുതിയ വഖഫ് നിയമം വഴി ആധാരമുള്ള ഭൂമിയോ വസ്തുവകകളോ കെട്ടിടങ്ങളോ അങ്ങനെ ആധാരമുള്ള വഖഫ് സ്വത്തുകൾ മാത്രമേ വഖഫായി പരിഗണിക്കപ്പെടുകയുള്ളൂ എന്നാണ് പുതിയ വഖഫ് നിയമത്തിലൂടെ ഇന്ത്യൻ ഗവൺമെന്റ് നടപ്പിലാക്കാൻ പോകുന്നത്. ഓറലായി ഇത് വഖഫ് സ്വത്താന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വഖഫായി അംഗീകരിക്കപ്പെടുകയില്ല എന്നാണ്. അതേപോലെ കാലങ്ങളായി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഖബർസ്ഥാനുകളൊക്കെ ഉണ്ട് എങ്കിൽ, അതിന് ആധാരമില്ല എങ്കിൽ അതിനെ വഖഫായി പരിഗണിക്കപ്പെടുകയില്ല എന്നാണ് പുതിയ വഖഫ് നിയമത്തിലൂടെ ഗവൺമെന്റ് നിർമ്മിക്കാൻ പോകുന്നത്. അതാണ് നിയമം. നമുക്കറിയാം, ഉത്തരേന്ത്യൻ പ്രദേശങ്ങളിലൊക്കെ വലിയ വലിയ ഈദ്ഗാഹുകൾ, അവർ നടത്തുന്ന ഈദ്ഗാഹുകളൊക്കെ പലപ്പോഴും അത് മുസ്ലിങ്ങളേതല്ല. ആ ഭൂമി അത് ഗവൺമെന്റ് കൊടുത്തിട്ടുള്ളതാണ്, നിങ്ങൾക്ക് ഈദ് നമസ്കരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തതാണ്. അതൊക്കെ ഒരു സമയം വരുമ്പോ, ഈ ആക്ട് നിലയിൽ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ അതൊക്കെ ഗവൺമെന്റ് പിടിച്ചെടുക്കുന്ന അവസ്ഥയിലേക്ക് മാറാനുള്ള സാധ്യതയാണ് പുതിയ നിയമത്തിലൂടെ നമുക്ക് കാണാൻ പോകുന്നത്. അതേപോലെ ഏതെങ്കിലും ഒരു ഭൂമി വഖഫ് അല്ല, അത് സർക്കാരിൻ്റെതാണെന്ന് കണ്ടുകെട്ടിക്കഴിഞ്ഞാൽ അതിന് യാതൊരു രേഖയുമില്ല, ഒരു തെളിവുമില്ല, ആരാണ് വഖഫ് ചെയ്യുന്ന അറിയില്ല എന്നൊക്കെ അങ്ങോട്ട് വിധിച്ചു കഴിഞ്ഞാൽ പിന്നീട് വഖഫായി പരിഗണിക്കപ്പെടുന്ന ഭൂമിയും വസ്തുവകളൊക്കെ സർക്കാരിന് പിടിച്ചെടുക്കാൻ സാധ്യതയുള്ള അവസ്ഥയിലേക്ക് പുതിയ വഖഫ് നിയമം വരാൻ പോകുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പൊ പുതിയതായി കൂട്ടിച്ചേർക്കപ്പെട്ട ഒരു നിയമമാണ് എല്ലാ വഖഫ് സ്വത്തുക്കളും രജിസ്ട്രേഷൻ നടത്തണമെന്നുള്ളത്. അങ്ങനെ രജിസ്ട്രേഷൻ നടത്തുമ്പോ ആരാണിത് വഖഫ് ചെയ്തത്, ഇത് എന്തിനു വേണ്ടിയാണ്, ഇതിന്റെ വരുമാനം എന്താണ്, ഇതെന്തിനു വേണ്ടി ചിലവഴിക്കുന്നു, ഇതിന്റെ ടാക്സ് എത്രയാണ് എന്നൊക്കെ കൃത്യമായി രേഖപ്പെടുത്തേണ്ട ഒരു നിയമമായി പുതിയ വഖഫ് നിയമങ്ങൾ വരാൻ പോവുകയാണ്. അതിനേക്കാൾ ഉപരിയായി വഖഫ് ബോർഡിനെ നോക്കുകുത്തിയാക്കി വഖഫ് ബോർഡിന് മുകളിൽ ജില്ലാ കളക്ടറോ
അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിലുള്ള ഒരു ഉദ്യോഗസ്ഥനോ ആയിരിക്കും ഈ വഖഫ് സ്വത്തുക്കളുടെ മേൽനോട്ടം. ഏതെങ്കിലും തർക്കം വന്നു കഴിഞ്ഞാൽ അയാളാണത് അളവെടുക്കുക, അതിന് അയാളുടെ തീരുമാനമാണ് അന്തിമമായിരിക്കും എന്നാണ് വഖഫുമായി ബന്ധപ്പെട്ട പുതിയ നിയമങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കുറെ കാലങ്ങളായി പുതിയ ഈ BJP ഗവൺമെന്റ്, സംഘപരിവാറിന്റെ അധികാരത്തിലുള്ള ഗവൺമെന്റ് വന്നതിന് ശേഷം മുസ്ലിം കാര്യങ്ങളിൽ പ്രത്യേകിച്ച് ഇടപെടുകയും ആത്മസംഘർഷം ഉണ്ടാക്കുകയും ആശങ്ക ഉണർത്തുകയും അതേപോലെ നമ്മുടെ അവകാശങ്ങളെ ഹനിക്കുകയും ചെയ്യുന്ന പുതിയ പുതിയ നിയമങ്ങൾ ഇങ്ങനെ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ചില നിയമങ്ങൾ നമ്മളെ അവഗണിച്ചു കളഞ്ഞു. ഇപ്പൊ എല്ലാ മതത്തിലും വിവാഹം പോലെ തന്നെ വിവാഹമോചനമുണ്ട്. നമ്മളെക്കാൾ മറ്റു മതങ്ങളിൽ വിവാഹമോചനം നടക്കുന്നുണ്ട്. പക്ഷെ നമ്മളുടെ വിവാഹമോചനത്തെ മാത്രം ക്രിമിനൽ നിയമമാക്കുകയും അങ്ങനെ വിവാഹമോചനം നേടുന്ന പുരുഷന്മാരെ വലിയ കുറ്റം ചെയ്ത ആളാക്കി മാറ്റി ജയിലിലടക്കാൻ വേണ്ടിയുള്ള ഒരു നിയമം ആവിഷ്കരിച്ചു. അത് നമുക്കറിയാം. എന്താ പറയാ, നമ്മൾ വിവാഹമോചനം തൊലാഖ് എന്ന് പറയുന്നതിനെ നമ്മൾ എതിർക്കുകയാണ്. അതിന് ചില ന്യായീകരണങ്ങളും നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നടപ്പിലാക്കേണ്ട കാര്യമാണത്. പക്ഷെ അതിനെ ഒരു ക്രിമിനൽ നിയമമാക്കിയിട്ട് മുസ്ലിം ചെറുപ്പക്കാരെ കുറ്റവാളികളാക്കി ജയിലടക്കാനുള്ള നിയമമാക്കി അതിനെ മാറ്റി. അത് നമ്മൾ വലിയ ഗൗനിച്ചില്ല, പരിഗണിച്ചില്ല. എന്നാൽ അതിനേക്കാൾ അപ്പുറമായിട്ടുണ്ട് CRC വന്നപ്പോ നമ്മൾ ശക്തമായി എതിർത്തതിന്റെ കാരണത്താൽ ഒരു പരിധി വരെ അത് നടപ്പിലാക്കാൻ വേണ്ടി അങ്ങനെ ഫ്രീസറിൽ വെച്ചിരിക്കുകയാണ്. അതിനേക്കാളൊക്കെ അപകടകരമായ ഒരു നിയമമാണ് വഖഫിലൂടെ ഇപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വലിയ അപകടകരമായ നിയമമാണത്. ഇന്ത്യയിലുടനീളം ലഹളക്ക് കാരണമാകുന്ന, ഏതാണ്ട് നമ്മുടെ കൈവശമുള്ള ഭൂമിയൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന, നമ്മുടെ സ്ഥാപനങ്ങൾ വളരെ നിസ്സാരമായി ഗവൺമെന്റിന് പിടിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു നിയമമായി വഖഫ് നിയമം മാറിക്കൊണ്ടിരിക്കുകയാണ്. വല്ലാത്തൊരവസ്ഥയിലേക്കായിരിക്കാം ഒരു പക്ഷേ നമ്മൾ വരാൻ പോകുന്നത്. ഇക്കഴിഞ്ഞ മണിക്കൂറുകൾക്കുള്ളിൽ ഒരു പ്രശസ്തനായ അഡ്വക്കേറ്റ്, അദ്ദേഹം സുപ്രീം കോടതിയിലെ അഡ്വക്കേറ്റ്, അയാൾ പറഞ്ഞിട്ടുണ്ട്, മുസ്ലിങ്ങളുടെ വഖഫ് സ്വത്തും ഒന്നുമല്ല, സൗത്ത് ഇന്ത്യയിലെ ചില ക്ഷേത്രങ്ങളുടെ വരുമാനം നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ വഖഫ് സ്വത്തിന്റെ എത്രയോ 10 മടങ്ങ് അധികമായിരിക്കും ചില ക്ഷേത്രങ്ങളുടെ ആ ക്ഷേത്രങ്ങളുടെ വരുമാനവും ആ ക്ഷേത്രങ്ങളുടെ സ്വത്തുമൊക്കെ. നമുക്കറിയാമല്ലോ, തിരുവനന്തപുരത്തിലെ വലിയ ക്ഷേത്രത്തിന്റെ സ്വത്ത് നിലവറകൾ പോലും തുറക്കാൻ മടിക്കുന്ന അത്രയേറെ സ്വത്ത് അട്ടിയിട്ടി വെച്ചിരിക്കുന്ന ചില ക്ഷേത്രങ്ങളുണ്ട്. അതേപോലെ മറ്റു മതങ്ങളിലും ഇതൊക്കെയുണ്ട്. പക്ഷേ എന്നാൽ പോലും ഒരു ക്രൈസ്തവരുടെ സ്വത്തിനെ കുറിച്ചൊരു പഠനമോ അവരുടെ സമ്പത്തിനെ കുറിച്ച് ഏതെങ്കിലും ബോർഡിന് കീഴിൽ കൊണ്ടുവരാനോ ശ്രമിക്കാതെ എപ്പോഴും മുസ്ലിം സമൂഹത്തിന്റെ വിഷയങ്ങളിൽ മാത്രം ഇടപെടുന്ന ഭരണകൂടമായി സംഘപരിവാർ ഭരണകൂടം മാറിയിട്ടുണ്ടെന്നൊരു യാഥാർത്ഥ്യമാണ്. തീർച്ചയായിട്ടും നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണത്. നമ്മുടെ സമ്പത്തിനെ എങ്ങനെ കൊള്ളയടയ്ക്കാം, എങ്ങനെ നമ്മളെ ദരിദ്രരാക്കി മാറ്റാം, നമ്മുടെ കൈവശമിരിക്കുന്ന സമ്പത്ത് എങ്ങനെ പിടിച്ചെടുക്കാം, അതേപോലെ എങ്ങനെ അതിന്റെ പേരിൽ വർഗീയ ചേരിതിരിവുണ്ടാക്കാം, വർഗീയ ലഹളകൾ ഉണ്ടാക്കാം എന്നതാണ് ഗവൺമെന്റ് കാര്യമായി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആലോചിക്കുക, ഈ സന്ദർഭത്തിൽ ഇത്തരം വിഷയങ്ങളെ കുറിച്ച് നല്ല ബോധവാന്മാരാകേണ്ടതുണ്ട്. പലപ്പോഴും മുതിർന്ന ആളുകൾ ഈ വിഷയത്തെ കുറിച്ച് മനസ്സിലാക്കുകയും പഠിക്കുകയും നമ്മുടെ നേരെ വരുന്ന പുതിയ വിഷയങ്ങളെ കുറിച്ച് ആലോചിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ പുതിയ തലമുറ പലപ്പോഴും ഇത്തരം കാര്യങ്ങളെ ശ്രദ്ധാപൂർവം നോക്കിക്കാണുകയോ ഒരു ശക്തമായ ഒരു പാശമായി നിന്നുകൊണ്ട് ഇതിനെ എതിർക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ കഴിഞ്ഞ ദിവസം ഒരു സിഖുകാരൻ പറയുന്ന വാക്കുകൾ നമ്മൾ കേട്ടതാണത്. സിഖ് ഒരു ജനവിഭാഗം, ഒരു വളരെ ചെറിയ ജനവിഭാഗമാണ് ഇന്ത്യയിലേത്. അവർക്കെതിരെ ഈ സംഘപരിവാർ ഭരണകൂടം ഒന്നും ചെയ്യുന്നില്ല. കാരണം അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഡൽഹി തിരുവാരങ്ങളിൽ അവരുണ്ടാകും. അവരവരുടെ ആവശ്യങ്ങൾ നിവർത്തിച്ചിട്ടേ പോവുകയുള്ളൂ. അല്ലെങ്കിൽ അവര് പ്രതിരോധിക്കാൻ കഴിവുള്ളവരാണ്. അവർ പറയുന്നുണ്ടത്, ഞങ്ങളുടെ നിയമത്തിനെതിരെ ഒന്നും ചെയ്യുകയില്ല, കാരണം ഞങ്ങൾ പ്രതിരോധിക്കാൻ കഴിവുള്ളവരാണ്. എണ്ണത്തിൽ കുറവാണെങ്കിലും ഞങ്ങളുടെ നേരെ അങ്ങനെ ഗവൺമെന്റ് ഒന്നും ചെയ്യാൻ പെട്ടെന്ന് ധൈര്യം കാണിക്കില്ല എന്നൊരു സിഖുകാരൻ പറയുന്നുണ്ട്. അവർ പറയുന്നുണ്ട്, നിങ്ങൾ സമരത്തിലാണോ, നിങ്ങൾക്ക് നിലനിൽക്കാനുള്ള സമരം ചെയ്യണോ, തീർച്ചയായും എല്ലാവിധ സഹായവും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന സിഖുകാർ പറയുന്നത്. നമ്മൾക്ക് ചില സന്ദർഭങ്ങളിൽ
വളരെ ശക്തമായ പ്രതിരോധം തീർക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നുണ്ട്. അതിന് കാരണം ചിലപ്പോഴൊക്കെയും ഛിന്ന ഭിന്നമായി വിവിധ വിഭാഗങ്ങളായി വിവിധ സംഘടനകളായൊക്കെ മാറിയത് കൊണ്ടാകുമോ എന്ന് നമ്മൾ ഭയപ്പെട്ടു പോവുകയാണ്. എന്തായിരുന്നാലും ഏക ഒരു ആശ്വാസമുള്ളത് ഇന്ത്യയിലെ പ്രതിപക്ഷം ഒന്നടങ്കം അതിശക്തമായി ഈ വഖഫ് ബില്ലിനെതിരെ രംഗത്ത് വന്നിരുന്നത് ഒരു സന്തോഷകരമായ ഒരു കാര്യമാണ്. അവരാരും എല്ലാവരും മുസ്ലിങ്ങളല്ലാത്ത ഇന്ത്യ സഖ്യത്തിലെ MP-മാർ, അതേപോലെ പ്രതിപക്ഷ നിലയിലുള്ള MP-മാർ എല്ലാവരും അവരൊന്നടങ്കം ഇതൊരു രാജ്യത്തിന്റെ പ്രശ്നമായി കണ്ടുകൊണ്ട് പുതിയ വഖഫ് നിയമത്തിനെതിരെ ശക്തമായി പ്രതിരോധ നില തീർത്തി എന്നുള്ളത് നമുക്ക് ഏറെ സന്തോഷം പകരുന്ന കാര്യമാണ്. എന്തായിരുന്നാലും നമ്മുടെ വിഷയങ്ങളിൽ ഒരു രാജ്യത്തിന്റെ വിഷയം നിലയ്ക്ക് ഇടപെടാൻ ആളുകൾ ഉണ്ടാകുന്നു എന്നുള്ളൊരു ആശ്വാസമാണ്, ഒരു പ്രതിരോധമാണത്. ആ പ്രതിരോധ മാർഗം തീർക്കുന്നതിൽ ആളുകളുടെ സഹായവും സഹകരണവും ഉണ്ടാകുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് നമ്മൾ ഈ സന്ദർഭത്തിൽ മറ്റു ലഹളകളൊന്നും അതേപോലെ പ്രശ്നങ്ങൾക്കൊന്നും പോകാതെ ജനാധിപത്യ വിശ്വാസികളെ ചേർത്ത് നിർത്തിക്കൊണ്ട് മുസ്ലിം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള ആത്മാർത്ഥമായ പരിശ്രമങ്ങൾ നമ്മൾ നടത്തുക. അള്ളാഹുവിനോട് നമ്മൾ നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹു നമ്മൾ ജനിച്ച മണ്ണിൽ വളരെ സമാധാനപൂർവ്വം ആശ്വാസപൂർവ്വം ജീവിക്കാനുള്ള സാഹചര്യം അള്ളാഹു നമുക്ക് ഒരുക്കി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ ഖുർആൻ 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാനിലെ 186-ാമത്തെ ആയത്ത് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ലതുബ്ലവുന്ന ഫീ അംവാലിക്കും വഅൻഫുസിക്കും, തീർച്ചയായും നിങ്ങളുടെ ധനത്തിലും നിങ്ങളുടെ ശരീരങ്ങളിലും നാം നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ വരുത്തുക തന്നെ ചെയ്യും. വലതസ്മഉന്ന മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ള വേദഗ്രന്ഥം നൽകപ്പെട്ട, നിങ്ങളെക്കാൾ മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ട ജനതയിൽ നിന്ന് ലതസ്മഉന്ന, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത, നിങ്ങൾ അംഗീകരിക്കാത്ത, അരോചകമായി തോന്നുന്ന പല വർത്തമാനങ്ങളും കേൾക്കേണ്ടി വരും. ലതസ്മഉന്ന മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലിക്കും വമിനല്ലദീന അശ്റകു, അതേപോലെ ബഹുദൈവ ആരാധകരായ ആളുകളിൽ നിന്നും അദൻ കസീറൻ, ധാരാളം ഉപദ്രവങ്ങൾ നിങ്ങൾ ഏൽക്കേണ്ടി വരും. ഇത് അള്ളാഹു മുന്നറിയിപ്പ് നൽകിയതാണ്. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന വേളയിൽ വിശ്വാസികൾ എന്ന നിലയ്ക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്തമായ വിഷമതകളും പ്രയാസങ്ങളും അനുഭവിക്കുന്നത് പോലെ വേദഗ്രന്ഥം നൽകപ്പെട്ട ജൂത ക്രൈസ്തവ വിഭാഗങ്ങളിൽ നിന്നും അതേപോലെ ബഹുദൈവ ആരാധകരായ ആളുകളിൽ നിന്നും നിങ്ങൾക്ക് വിവിധങ്ങളായ പ്രയാസങ്ങൾ, അദൻ കസീറൻ, ധാരാളം പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും. അതേപോലെ സമ്പത്തിലും ശരീരത്തിലും പരീക്ഷണങ്ങൾ അള്ളാഹു വെച്ചിട്ടുണ്ട്. ആ പരീക്ഷണങ്ങൾ അനുഭവിക്കേണ്ടി വരും. എന്നാൽ വഇൻ തസ്ബിറൂ വതത്തഖൂ ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, അള്ളാഹു എടുത്തു പറയുന്നത് അതാണ്. നമ്മൾ ഈ പരീക്ഷണ ഘട്ടത്തിൽ അതേപോലെ നമുക്ക് നേരെ വരുന്ന വ്യത്യസ്തമായ ഉപദ്രവങ്ങൾ, വിവിധ പരീക്ഷണങ്ങൾ, നമ്മളെ ഒരാൾക്കും ഒരു ഉപദ്രവം ചെയ്യാത്ത, ഒരു സമൂഹത്തിനും ഒരു ദോഷവും വഖഫ് സ്വത്തുകൊണ്ട് ഉണ്ടായിട്ടില്ല. ഒരാളുടെയും ഭൂമി നമ്മൾ പിടിച്ചെടുക്കിയിട്ടില്ല. ഇത് വഖഫാണെന്ന് പറഞ്ഞിട്ട് ഒരാളുടെയും ഭൂമി പിടിച്ചെടുത്തിട്ടില്ല. അങ്ങനത്തെ ഒരു ചരിത്രമേ ഇല്ല. അപ്പൊ ഒരാൾക്കൊരു ദോഷമില്ലാത്ത, എന്നാൽ ഒരുപാട് ആളുകൾക്ക് നന്മ ലഭ്യമാകുന്ന ആ വഖഫിന്റെ പേരിൽ നമ്മൾ ഇന്ന് കേൾക്കുന്നത് തീർത്തും ഇല്ലാത്ത അനാവശ്യമായ വർത്തമാനങ്ങളാണ്. ഇത് അള്ളാഹുവിന്റെ പരീക്ഷണമാണ്, പടച്ചവൻ നിശ്ചയിച്ചതാണത്. ലതസ്മഉന്ന, നിങ്ങൾ ഇതൊക്കെ കേൾക്കേണ്ടി വരും. ചിലപ്പോൾ ജൂത ക്രൈസ്തവർ നമ്മെ കുറിച്ച് നമ്മൾ ആലോചിക്കുക പോലും ചെയ്യാത്ത കാര്യങ്ങൾ നമ്മെ കുറിച്ച് പറയും. നമുക്കൊരുപാട് പ്രയാസകരമായ അനുഭവങ്ങൾ ഉണ്ടാകും. ഒരുപാട് പരീക്ഷണങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും. ഈ സന്ദർഭത്തിൽ നമ്മുടെ മനസ്സിൽ
നമ്മളിങ്ങനെ ഇത്രയും അനുഗ്രഹീതമായ അള്ളാഹുവിന്റെ ദീനിൽ ഉറച്ചു നിന്നുകൊണ്ട് വീണ്ടും പരീക്ഷണങ്ങളും പ്രയാസങ്ങളും നേരിടേണ്ടി വരികയാണോ എന്ന നിരാശാബോധമല്ല നമ്മെ പിടികൂടുന്നത്. നേരെ അള്ളാഹുവോട് പറഞ്ഞു, നിങ്ങൾ ക്ഷമ കൈകൊള്ളുക. ചിലതൊക്കെ നമ്മൾ ശാന്തമായി നേരിടണം, വളരെ സമാധാനപൂർവ്വം സംസാരിക്കേണ്ടി വരും. ചിലതൊക്കെ അവഗണിച്ച് കളയേണ്ടി വരും. ചിലത് അള്ളാഹുലേക്ക് വിടുകയാണ്. അള്ളാഹുവേ, നീയാണ് രക്ഷകൻ. നിങ്ങൾ ക്ഷമിക്കുന്നുവെങ്കിൽ, ഏത് പ്രയാസഘട്ടത്തിലും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കുന്നുവെങ്കിൽ ക്ഷമ കൈകൊള്ളുക. നമ്മൾ ചില സന്ദർഭത്തിൽ സമാധാനത്തോടു കൂടി നമ്മൾ എല്ലാം സഹിച്ചുകൊണ്ട് എല്ലാം കേട്ടുകൊണ്ട് പിന്മാറി പോകേണ്ടി വരും. ചിലതിന് മറുപടി പറയാൻ കഴിയില്ല. ചില നേതൃത്വങ്ങളുമായി സംസാരിച്ച് കാര്യങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയും. ചിലപ്പോൾ ചില ആളുകളോട് സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്ന ആളുകൾ ഉണ്ടാകും, ചില ആളുകള് മനസ്സിലാകാത്ത ആളുകൾ ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ ക്ഷമയോടുകൂടി കാര്യങ്ങളെ നോക്കി കാണുക. അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുക. അള്ളാഹു അടിവരയിട്ട് പറയുന്ന ഒരു കാര്യമാണ്. ഇത്തരം ഇത്തരം കാര്യങ്ങളിൽ, ഈ പ്രയാസഘട്ടങ്ങളിൽ, ഈ പ്രതിസന്ധികളിൽ ക്ഷമയും തഖ്വയും സ്വീകരിച്ചുകൊണ്ട് വളരെ സമാധാനപൂർവ്വം നിൽക്കണമെങ്കിൽ ഇതൊരു പ്രയാസമുള്ള കാര്യമാണത്. നമ്മുടെ മനസ്സ് സമ്മതിക്കില്ലല്ലോ. ചില ഘട്ടത്തിൽ നമുക്കിങ്ങനെ നമ്മുടെ വികാരത്തെ പിടിച്ചു നിർത്താൻ കഴിയില്ല. ചില ഘട്ടത്തിൽ അല്ലെ, നമ്മുടെ വികാരത്തെ പിടിച്ചു നിർത്താൻ കഴിയില്ല. അള്ളാഹു പറഞ്ഞു, നിങ്ങൾ ക്ഷമ കൈകൊള്ളുക, അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുക. തീർച്ചയായും അള്ളാഹു ആകുന്നു എല്ലാ പ്രയാസങ്ങളെയും നീക്കിത്തരുന്നവൻ. ആ ഉറച്ച വിശ്വാസത്തോടു കൂടി വളരെ ശാന്തമായി നല്ല ഉറച്ച ഈമാനോടുകൂടി ക്ഷമയോടുകൂടി തഖ്വയോടുകൂടി ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള